തമിഴ് സിനിമയിലെ നയൻതാര ധനുഷിനെതിരെ വലിയ വാർത്തയായി തമിഴ് സിനിമയിലെ. നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനും ഇതിൽ പങ്കുചേർന്നു. ധനുഷിനെതിരെ പരിഹാസവുമായിട്ടാണ് ഭർത്താവ് വിഘ്നേഷ് ശിവനും രംഗത്ത് വരുന്നത്. നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി ഫിലിമിന് 3 സെക്കൻഡിന്റെ ഒരു ഫുട്ടേജ് ധനുഷിന്റെ വകയുണ്ട്. അതിന് 10 കോടി രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഞാനും റൗഡി താൻ എന്ന അതിൻ്റെ NOC ധനുഷ് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. അതിന് 10 കോടി രൂപ 3 സെക്കൻഡിലെ ആ ഫുട്ടേജിന് 10 കോടി രൂപ ധനുഷ് ചോദിച്ചു. ധനുഷിന്റെ വക്കീൽ നോട്ടീസ് നയൻതാരയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ NOC കൊടുക്കില്ല, അതിന് കോമ്പൻസേഷൻ വേണം എന്നുള്ള രീതിയിൽ ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചു. തമിഴ് സിനിമയിൽ വലിയ വാർത്തയാണിത്. നയൻതാരയ്ക്ക് സപ്പോർട്ടുമായി മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും നടികൾ രംഗത്ത് വന്നിരിക്കുന്നു. നസ്രിയ, പാർവതി തിരുവോത്ത്, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി, മീര നന്ദൻ, ഇഷ തൽവർ, അന്നാബെൻ, ഇങ്ങനെ സിനിമാ നടികളെല്ലാം നയൻതാരയുടെ പിന്നാലെ കൂടി. അവരോടൊപ്പം നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനും രംഗത്തുണ്ട്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പ്രശസ്തമായ ധനുഷിന്റെ ഒരു വാക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ തന്നെ പഴയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയാണ്. 2017 പുറത്തിറങ്ങിയ സക്ക പോട് പോട് രാജ എന്ന തമിഴ് സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം. അതിനകത്താണ് ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. അത് തന്നെയാണ് പരിഹാസ രൂപത്തിൽ തന്നെ വിഘ്നേഷ് ശിവനും നയൻതാരയുടെ ഭർത്താവ് പറയുന്നത്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള അദ്ദേഹത്തിന്റെ പരിഹാസം കൂടെ ഈ പഴയ കാലത്തെ അദ്ദേഹത്തിന്റെ 2017 ഒരു സിനിമയുടെ അദ്ദേഹത്തിന് ചില പ്രസംഗങ്ങൾ എടുത്തു കാട്ടിയാണ് പരിഹസിക്കുന്നത്. എന്തായാലും തമിഴ് സിനിമയിലെ 2 ധ്രുവങ്ങളിലേക്ക് അവിടുത്തെ സിനിമാ നടികളും നടന്മാരും മാറിയിരിക്കുന്നു. അതിനകത്ത് ഇനി ആരൊക്കെ കക്ഷി ചേരും എന്നറിയില്ല. ഇവിടെ നമുക്കറിയാം എമ കമ്മിറ്റിയുടെ ഈ സംസ്ഥാനത്തെ മലയാള സിനിമയിൽ ആ നടിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഒരു കമ്മിറ്റി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വെച്ച് അതിലൊക്കെ എല്ലാവരും ധാരാളം പേര് വന്ന് അവരുടെ വിഷമതകൾ പങ്കുവെക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനോടനുബന്ധിച്ച് ധാരാളം കേസുകളും മലയാള സിനിമയിൽ, അതിനകത്ത് പോക്സോ കേസ് ഉൾപ്പെടെ 376 പീഡന കേസുകളൊക്കെ മലയാള സിനിമ നടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നതു എന്നുപോലെ തോന്നുന്നു. കാരണം ഈ ഫ്രിക്ഷൻ അവിടുത്തെ ഏറ്റവും മുടിചൂടാമന്നന്മാരായ തമിഴ് സിനിമയിലെ ചില ആൾക്കാർ ഇവരെ ഭാഗം ചേർന്നിട്ടുണ്ട്. ആ ധനുഷിന് അതിശക്തനായ ധനുഷിനെതിരായിട്ടാണ് ഇപ്പം നയൻതാരയുടെ രംഗപ്രവേശനം. അവര് സോഷ്യൽ മീഡിയയിലും അതൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. അത് പലരും ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണ് ധനുഷ് തന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നയൻതാര തുറന്നെഴുതിയിട്ടുണ്ട്. ലീഗൽ നോട്ടീസ് കിട്ടിയ ശേഷം അതിൻ്റെ ഫ്രിക്ഷൻ വളരെ കൂടി. അവര് തമ്മിൽ അകന്നിരിക്കുന്നു. അത് നയൻതാരയുടെ ഭർത്താവോട് പക്ഷം ചേർന്നിരിക്കുന്നു. നയൻതാരയെ സപ്പോർട്ട് ചെയ്യാൻ മലയാളം, തമിഴ് സിനിമ നടിമാർ രംഗത്ത് വന്നിരിക്കുന്നു. അവിടെയും കേരളത്തിലെ പോലെ ചില പ്രശ്നങ്ങൾ തമിഴ് സിനിമയിലും വന്നു കഴിഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ എല്ലായിടത്തും ഇതേ രീതിയിലുള്ള ഗ്രൂപ്പിസം ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള കേസുകളും കൗണ്ടർ കേസുകളും ലീഗൽ നോട്ടീസുകളൊക്കെ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് തമിഴ് സിനിമയിലെ ഈ ഫ്രിക്ഷൻ, ധനുഷും നയൻതാരയും തമ്മിലുള്ള ഫ്രിക്ഷൻ.